ഫോളോ മീയുടെ എല്ലാ പ്രേക്ഷകർക്കും 1000 ഓണാശംസകൾ ആദ്യമേ നേർന്നുകൊള്ളുന്നു. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും 1000 ഓണക്കാലങ്ങൾ ഇനിയും നമുക്കുണ്ടാവട്ടെ. ഇന്ന് ഓണായതുകൊണ്ട് തന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രഥമനാണിത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം അട എടുത്ത് വെച്ചിട്ടുണ്ട്. അരിയടയാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അരിയട തന്നെ ചൂസ് ചെയ്യണം. വലിയ അട എടുക്കാം, ചെറിയ അട എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഒന്നാം പാൽ 1 കപ്പ്, രണ്ടാം പാൽ 2 കപ്പ് വേണം. പിന്നെ കുറച്ച് കാഷ്യൂ, കിസ്മിസ്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു 3 ഏലക്ക. ഇത്രയും സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യം നമുക്ക് അട വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം, വെട്ടി തിളയ്ക്കണം. അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുക്കാം. അട കുക്കറിൽ വേവിക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിലും വേവിക്കാം. പക്ഷെ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ അടയെല്ലാം ഇട്ടു, ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് ഏകദേശം വെന്ത് കിട്ടും. ഇതിങ്ങനെ തന്നെ മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനു മുമ്പ് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കുമ്പോഴാണ് അതിനകത്തുള്ള കല്ലും മണ്ണൊക്കെ മാറുകയുള്ളൂ. എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. എല്ലാവരും ചെയ്യുമായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ശർക്കര എല്ലാം ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ പായസം തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് നേരത്തെ അരിച്ചു വെച്ച ശർക്കര ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ച നമ്മുടെ അട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അട ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള അട കൂടി നമുക്കിതിനകത്തേക്ക് ചേർക്കാം. അങ്ങനെ അടയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതീയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് രണ്ടാം പാലാണ്. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഫ്ലെയിമിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഒരിക്കലും തീ കൂട്ടിയിട്ട് പായസം ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി വേണം ഉണ്ടാക്കാൻ. അങ്ങനെ രണ്ടാം പാൽ ചേർത്ത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ രണ്ടാം പാലിൽ അട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒന്നാം പാലാണ്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയം തീ കൂട്ടി വെച്ച് ഇളക്കിയെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. കാരണം രണ്ടാം പാലിൽ അടയെല്ലാം വെന്ത് വന്നതാണ്. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ്റെ 1ാം ഘട്ടം പൂർത്തിയായി. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിനകത്തേക്ക് തേങ്ങാക്കൊത്തിട്ടു. തേങ്ങാക്കൊത്താണ് നമ്മൾ ആദ്യം വറുത്തെടുക്കുന്നത്.
അങ്ങനെ തേങ്ങാക്കൊത്ത് ഏകദേശം വറുത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അങ്ങനെ തേങ്ങാക്കൊത്തും കശുവണ്ടിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉണക്കമുന്തിരി കൂടി ഇട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കമുന്തിരി, കശുവണ്ടി, തേങ്ങാക്കൊത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ മുകളിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫോളോ മീ ചാനലിൻ്റെ 1000 ഓണാശംസകൾ.